നമുക്കിന്നൊരു കടലക്കറി വയ്ക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 3 സവോള, 3 പച്ചമുളക്, ഇത്തിരി കടല അരച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഞാൻ കടല വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് അല്പം ചാറോടുകൂടി എടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയൊക്കെ വേണം, ഇതിനൊക്കെ വെളിച്ചെണ്ണ വേണം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തവർ ഓയിലെടുക്കുക, നല്ല ഓയിലെടുത്ത് ഉണ്ടാക്കുക. ചൂടാവട്ടെ. ഇപ്പം കടിയിടാം. പൊട്ടി വരുമ്പോൾ 5-6 ജീരകം ഇടാം. സവാള ഇടാം. പച്ചമുളക് ഇടാം. വഴന്ന് വരുന്നേ ഉള്ളൂ. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില ഇടാം. ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ. ഉള്ളിയുടെ നിറം മാറി തുടങ്ങി. ഇനി നമുക്ക് കടല വേവിച്ചതിടാം. അതിന് മുന്നേ പൊടികളിടാം. ഇതിലോട്ട് നമുക്ക് പൊടികളിടാം. 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി പൊടിയാണ് കേട്ടോ, നിറം കെട്ടാൻ വേണ്ടിയിട്ടാണ്, എരിവും കുറവല്ലേ. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടി എല്ലാം ഇടുക. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കടലക്കറി വയ്ക്കുക. ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് മതി കേട്ടോ. തുറന്ന് നോക്കാം. കണ്ടോ, ഇതിലോട്ട് നമുക്ക് ചൂട് കൂടി കടല, അല്പം കടല വേവിച്ചിടാം, ഒരു കൊഴുപ്പ് കിട്ടാനാട്ടോ. ഇനി ഇത് നമുക്ക് ഞാൻ തക്കാളി, മഞ്ഞൾ, ഉപ്പും ഇട്ട് വേവിച്ച കടല ഇതിലോട്ട് ചേർക്കാം. ആ കടലിൽ ഇച്ചിരി വെള്ളമുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച വെള്ളത്തോടെയുള്ള കടല ഇടാം. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ പാകമായി. ഇതിന് തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ. അതിന് പകരം 1/2 മുറി നാളികേരത്തിൻ്റെ പാൽ, 1/2 മുറി നാളികേരത്തിൻ്റെ പാലേ ഉള്ളൂ. അത് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചെടുത്തതാക്കിയതാണ്. അത് ഇതിലോട്ട് ഒഴിക്കുക. നാളികേരം ചേർക്കാത്തത് കൊണ്ട് നാളികേരത്തിൻ്റെ പാൽ. നാളികേരം ചേർത്ത് ഉണ്ടാക്കും. ഇന്ന് ഞാൻ ഇങ്ങനെയാണ്. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ചപ്പാത്തിക്ക്, ഭക്ഷണത്തിന്, ചോറിൻ്റെ കൂടെ എല്ലാം വളരെ നല്ലതാണ്. കൂടെ ഒന്ന് തിളച്ച് വരട്ടെ.
ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ പാകത്തിനിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് വേറെ ഉപ്പിട്ടിട്ടില്ല. ഒന്ന് ചൂടാകട്ടെ. കടല മസാലക്കറി തയ്യാറായി. ഇനി ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റട്ടെ. ഈ ബൗളിലോട്ട് മാറ്റട്ടെ. ഓഫ് ചെയ്ത് ഓരടുപ്പിക്കുന്നില്ല, മുഴുവൻ ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കടലക്കറി സൂപ്പറായിട്ടുണ്ട്. നോക്കി, റെഡിയായേ. ഇത് നാളികേരം ചേർത്തില്ലെങ്കിലും നാളികേര പാല് ചേർത്താലും വളരെ സൂപ്പറാണ് കേട്ടോ. നല്ലതാണ്. എല്ലാവരും ഒന്ന് നന്നായി വെച്ച് നോക്കണേ. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിരിക്കുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്.